നിങ്ങൾ ഓരോ മാസവും ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന പ്രോഫിറ്റ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കാറുണ്ടോ? ഓരോ മാസമോ അല്ലെങ്കിൽ ഓരോ ക്വാർട്ടർലിയോ ഒക്കെ എത്രത്തോളമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളത് നമ്മുടെ ബ്രോക്കറിൻ്റെ ബാക്ക് എൻഡിൽ പോയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ബ്രോക്കറേജിനെ കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ നല്ലൊരു ശതമാനവും ബ്രോക്കറേജ് ആയി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ട്രേഡിംഗ് പഠിച്ചു വരുന്ന ആളുകളാണ്, ചെറിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓരോ ഓർഡറിനും നമ്മൾ 20 റുപ്പീസ് പ്ലസ് GST എന്ന് പറയുന്ന ഒരു ചാർജസ് ആണ് ഒട്ടുമിക്ക ബ്രോക്കിംഗ് ഫേമുകളും ഈടാക്കുന്നത്. സറോദ സ്റ്റോക്സ് പോലുള്ള പ്രമുഖ ബ്രോക്കിംഗ് കമ്പനികളൊക്കെ പെർ ഓർഡറിന് 20 റുപ്പീസാണ് ഈടാക്കുന്നത്. ഇങ്ങനെ ഓരോ ഓർഡറിനും 20 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ ചാർജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ട്രേഡ് ചെയ്ത് പഠിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് വരിക. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ ലെഗിലേക്ക് അറ്റ് എ ടൈം എൻ്റർ ചെയ്യും, എക്സിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ സമയത്തൊക്കെ ഓരോ ഓർഡറിനും 20 റുപ്പീസ് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നല്ലൊരു ശതമാനവും ബ്രോക്കറേജ് ആയിട്ട് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു അയൺ കോണ്ടോർ ട്രേഡിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയൺ കോണ്ടോർ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം 4 ലെഗിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുമ്പോഴും 4 ലെഗ്. അങ്ങനെ നമ്മൾ 8 ഓർഡറുകളാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഓർഡറിനും 20 റുപ്പീസ് പ്ലസ് GST എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 180-188 രൂപയുടെ അടുത്ത് ബ്രോക്കറേജും GST ആയിട്ട് മാത്രം വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതുപോലെ തന്നെ നിങ്ങളൊരു സ്കാൽപ്പറാണ്, ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ട്രേഡിൽ എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്ത് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ ബ്രോക്കറേജ് നമുക്കൊരു വില്ലനായിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു രക്ഷ നേടാം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ബ്രോക്കറേജ് ഇല്ലാത്ത ഒരു ബ്രോക്കറിനെ നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലൊരു ബ്രോക്കറിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രോക്കറിൻ്റെ പേര് ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രോക്കറാണ് കേട്ടോ ഫ്ലാറ്റ് ട്രേഡ്. സീറോ ബ്രോക്കറേജ് ആണെന്നുണ്ടെങ്കിലും അവർ തരുന്ന ഫെസിലിറ്റീസ് ഒട്ടും മോശമല്ല. നമ്മൾ സറോദ സ്റ്റോക്സ് ഒക്കെ പോലെ തരുന്ന ഒട്ടുമിക്ക ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറയുന്ന ബ്രോക്കറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രേഡുകൾ എടുത്ത് വലിയൊരു എമൗണ്ട് ബ്രോക്കറേജ് ആയി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫ്ലാറ്റ് ട്രേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചെറിയ ക്യാപിറ്റൽ ഇട്ടിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഏത് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും സീറോ ബ്രോക്കറേജ് ആണ്, AMC ചാർജ് 0 ആണ്. അക്കൗണ്ടിങ് ഓപ്പണിംഗ് ചാർജ് ആയിട്ട് ഒരു 200 റുപ്പീസ് വരുന്നുണ്ട്, ഒരു വൺ ടൈം ഫീസ്. 200 റുപ്പീസ് കൊടുത്താലും നമ്മൾ സേവ് ചെയ്യുന്ന ബ്രോക്കിംഗ് ഫീസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഒരു വർഷമൊക്കെ നമ്മൾ വലിയൊരു എമൗണ്ടിൻ്റെ ബ്രോക്കറേജ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സീറോ ബ്രോക്കറേജിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാ KYC വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പറും സ്റ്റേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പാൻ കാർഡിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൻ്റെയും ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നമ്മുടെ മൊബൈൽ നമ്പർ OTP എൻ്റർ ചെയ്യുന്നു, KYC ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ചെയ്യുന്നു, നമ്മുടെ സൈൻ ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പ്രധാനപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ഇവർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ബ്രോക്കറേജ് ഒരുപാട് യൂസേഴ്സ് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൾട്ടിപ്പിൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. API ഫ്രീ ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മാനേജർ കിട്ടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ആപ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ വെബ് പ്ലാറ്റ്ഫോം മാത്രമല്ല ആപ്പും അവൈലബിൾ ആണ്. സ്റ്റോക്കിലും കമ്മോഡിറ്റിയിലും ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും കറൻസിയിലും മ്യൂച്വൽ ഫണ്ട്, IPO, GSEC എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഐഡിയ കൂടെ ഞാൻ തരാം. അപ്പോൾ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ flattrade.in വരിക. അതിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറോ ബ്രോക്കറേജ് ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ആയിട്ട് 200 റുപ്പീസ് വരുന്നുണ്ട്. മറ്റു ചാർജസുകൾ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇക്വിറ്റിയിലും ഇൻട്രാഡേ ഇക്വിറ്റിയിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും കറൻസിയിലും കമ്മോഡിറ്റീസിലും ഒക്കെ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗ് ചെയ്യാം. എമർജ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരും. ഓക്കെ,
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യേണ്ടെങ്കിൽ എനിക്കിപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങണം, ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് റിലയൻസ് എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ റിലയൻസിൻ്റെ ഇക്വിറ്റി ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. ഓക്കെ, ബൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇൻട്രാഡേ ഓർഡർ, ഡെലിവറി ഓർഡർ. ഇൻട്രാഡേ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ തന്നെ കവർ ഓർഡറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ബ്രാക്കറ്റ് ഓർഡർ ഓപ്ഷൻ ഉണ്ട്. കവർ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാത്രം ഒരുമിച്ച് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കൂടെ പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരുമിച്ച് പ്ലേസ് ചെയ്യാനുള്ള ബ്രാക്കറ്റ് ഓർഡർ അവൈലബിൾ ആണ്. ഓക്കെ, then അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ബ്രോക്കേഴ്സിലുള്ള ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ GTT ഓർഡറും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് GTT ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ബാസ്ക്കറ്റ് ഓർഡർ ഉണ്ട്, മൾട്ടിപ്പിൾ ട്രേഡിലേക്ക് അറ്റ് എ ടൈം എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാസ്ക്കറ്റ് ഓർഡർ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then അതുപോലെ തന്നെ നിങ്ങൾ ഇനി സ്ട്രാറ്റജി ബിൽഡറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, എസ്പെഷ്യലി ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന, ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഇതിൻ്റെ ഇൻഹൗസ് ആയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡർ അവൈലബിൾ ആണ്. സോ സ്ട്രാറ്റജി ബിൽഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം അല്ലേ. ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് നമുക്ക് പിന്നെ സ്ട്രാറ്റജികൾ നമ്മൾ ഏത് ലെഗ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടു ഞാൻ ഓപ്ഷൻ ചെയിൻ ചൂസ് ചെയ്തിട്ട് സെപ്റ്റംബർ 1 എക്സ്പയർ ആകുന്ന ഏതെങ്കിലും ഞാനൊരു ഷോർട്ട് സ്ട്രാങ്കിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഷോർട്ട് സ്ട്രാങ്കിൾ മറ്റു സംഗതികൾ ഡിലീറ്റ് ചെയ്യാം. കോൾ ഓപ്ഷൻ ഞാൻ സെല് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ എഗെയിൻ ഒരു പുട്ട് കൂടെ സെല് ചെയ്തു. നമുക്കിവിടെ ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് നമുക്ക് ലെഗുകൾ ആഡ് ചെയ്യാൻ പറ്റും. പേ ഓഫ് ഗ്രാഫ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ 2 ട്രേഡും ഒരുമിച്ച് ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനും ഒരുമിച്ച് എക്സിറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. പ്ലാറ്റ്ഫോം എങ്ങനെ ഇത് യൂസ് ചെയ്യണം, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ മറ്റു ബ്രോക്കേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അക്കൗണ്ട് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.